കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യം. കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണെന്ന് കരുതപ്പെടുന്നു. പയനിയർ ഇംഗ്ലീഷ്മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നീട് 1616 ക്യാപ്റ്റൻ കീലിംഗ് കോഴിക്കോട്ടെത്തി. സർ തോമസ് റോയെ ജഹാംഗീർ ചക്രവർത്തിയുടെ അടുത്തേക്ക് അയക്കാനുള്ള ദൗത്യവുമായാണ് അദ്ദേഹം വന്നത്. 1626 കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ആരംഭിച്ചു. അഞ്ചുതെങ്ങ് കോട്ടയും ആറ്റിങ്ങൽ കലാപവും. ബ്രിട്ടീഷുകാർ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാനായി 1695 ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടെ അഞ്ചുതെങ്ങ് കോട്ട പണിതു. എന്നാൽ ഈ വളർച്ച അത്ര സുഗമമായിരുന്നില്ല. ഇംഗ്ലീഷ് വ്യാപാരികളും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷം വലിയൊരു ചരിത്ര സംഭവത്തിലേക്ക് നയിച്ചു. 140ഓളം ഇംഗ്ലീഷുകാരാണ് അന്ന് നാട്ടുകാരാൽ കൊല്ലപ്പെട്ടത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ഇത്. ഉടമ്പടികളും ആധിപത്യവും. യുദ്ധങ്ങൾ മാത്രമല്ല, തന്ത്രപരമായ ഉടമ്പടികളും ബ്രിട്ടീഷുകാർക്ക് തുണയായി. 1723 ഏപ്രിലിൽ തിരുവിതാംകൂർ രാജാവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒരു സൗഹൃദ ഉടമ്പടി ഒപ്പുവെച്ചു. ഒരു ഇന്ത്യൻ നാട്ടുരാജ്യം കമ്പനിയുമായി ഒപ്പിടുന്ന ആദ്യ ഉടമ്പടിയായിരുന്നു ഇത്. പിന്നീട് 1795 തിരുവിതാംകൂർ കമ്പനിയുടെ പരമാധികാരം അംഗീകരിച്ചു. 1800ഓടെ കൊച്ചിയും പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ആദ്യ ബ്രിട്ടീഷ് പ്രസിഡന്റ് കേണൽ മെക്കാളെ. 1805 ഉടമ്പടി വേലുത്തമ്പി ദളവ ഒപ്പുവെച്ച ഈ ഉടമ്പടി തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ കാരണമായി.